സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ തിരുവചനം ശ്രദ്ധിക്കുന്ന ദൈവമക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിൻ നാമത്തിൽ സ്വാഗതവും സ്നേഹവന്ദനവും അറിയിച്ചുകൊണ്ട് ഒരു വചനം പ്രാർത്ഥനയോടെ മുന്നിൽ വയ്ക്കുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അധ്യായം 17 വാക്യം 19. ഞാൻ അധരങ്ങളുടെ ഫലം സൃഷ്ടിക്കും, ദൂരസ്ഥനും സമീപസ്ഥനും സമാധാനം സമാധാനമെന്നും ഞാൻ അവരെ സൗഖ്യമാക്കുമെന്നും യഹോവ അരുളിച്ചെയ്യുന്നു. കർത്താവിൽ പ്രിയരെ, ഈ പുതിയ ദിവസത്തിൻ്റെ പ്രഭാതത്തിൽ ദൈവം നമുക്ക് നൽകുന്ന 2 നന്മകളെ പ്രാർത്ഥനയോടെ ധ്യാനിക്കാം. ഈ നാം വായിച്ചു കേട്ട യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 57 അധ്യായം 19 വാക്യത്തിൽ ആദ്യമായി കർത്താവ് അരുളി ചെയ്യുന്നത് തൻ്റെ അധരങ്ങളുടെ ഫലം സൃഷ്ടിക്കും എന്നാണ്. അഥവാ തൻ്റെ വാക്കുകളാൽ, തൻ്റെ ശബ്ദത്താൽ, തൻ്റെ വായു തുറന്ന് താൻ പുറപ്പെടുവിക്കുന്ന അധരഫലം അത് ചിലത് സൃഷ്ടിക്കും എന്നാണ്. ഇത് ഉൽപ്പത്തി പുസ്തകത്തിൽ നാം വളരെ വ്യക്തമായിട്ട് കാണുന്നുണ്ട്. അവിടെ സർവശക്തനായ യഹോവയായ ദൈവം തൻ്റെ അധര ഫലം സൃഷ്ടിക്കുകയാണ്. ഉൽപ്പത്തിക്ക് കാരണം, അഥവാ സകല സൃഷ്ടിയുടെയും ഉൽപ്പത്തിക്ക് കാരണം തന്നെ ദൈവത്തിൻ്റെ അധരഫലമാണ്. അവിടുന്ന് വായു തുറന്ന് ഉണ്ടാകട്ടെ 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 എന്ന് തൻ്റെ അധരഫലം സൃഷ്ടിക്കുമ്പോൾ ആകാശവും ഭൂമിയും സൂര്യനും ചന്ദ്രനും ഇങ്ങനെ പ്രപഞ്ചവും സൃഷ്ടിക്കപ്പെടുകയാണ്. അധരഫലം സൃഷ്ടിക്കുന്ന സർവശക്തനായ ദൈവം. തുടർന്ന് ഈ വാക്യത്തിൽ പറയുന്നത് ദൂരസ്ഥനും സമീപസ്ഥനും സമാധാനമെന്നാണ്. ദൈവം ഏതെങ്കിലും ഒരു ജാതിയുടെ ദൈവമല്ല, പ്രത്യുത സകല ജാതി ജനങ്ങളുടെയും ദൈവമെന്ന് വചനം പറയുന്നു. ഒരേ ഒരു ദൈവത്തെക്കുറിച്ചാണ് സത്യവേദ പുസ്തകം പഠിപ്പിക്കുന്നത്. ആ ദൈവം ഈ മുഴുപ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിച്ച് പരിപോഷിപ്പിക്കുന്നു. സകല ജാതി ജനങ്ങളും അവിടുത്തെ മക്കളാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ പറയുന്നത് ദൂരസ്ഥനും സമീപസ്ഥനും എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ അറ്റത്തോളമുള്ളവരെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അവർക്ക് സമാധാനം നൽകുമെന്നാണ്. സമാധാനത്തിനായി നെട്ടോട്ടമോടുന്ന ഒരു വലിയ സമൂഹത്തെ നമുക്ക് ചുറ്റും കാണാനായിട്ട് സാധിക്കും. എന്നാൽ സമാധാനത്തിൻ്റെ ഉറവയാകുന്ന ആ ദൈവത്തെങ്കിലേക്ക് നാം തിരിയുമ്പോഴാണ്, അഥവാ ആ ദൈവത്തിൽ ആശ്രയിക്കുമ്പോഴാണ്, ആ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോഴാണ് നമുക്ക് യഥാർത്ഥമായ സമാധാനം ലഭിക്കുന്നത്. അവസാനമായി ഈ വാക്യത്തിൽ പറയുന്നത് ഞാൻ അവരെ സൗഖ്യമാക്കുമെന്നാണ്. സൗഖ്യത്തിന് പല തലങ്ങളുണ്ട്. മാനസികമായ സൗഖ്യം, ശാരീരികമായ സൗഖ്യം, ആത്മീയമായ സൗഖ്യം. ഈ 3 തലങ്ങളിലും സൗഖ്യമുള്ളപ്പോഴാണ് നാം സുഖമുള്ളവരായി, സൗഖ്യമുള്ളവരായി കാണുന്നത്. ഇങ്ങനെ നമുക്ക് സൗഖ്യം നൽകുവാനായിട്ട് കർത്താവ് കാൽവരിയിൽ തൻ്റെ ശരീരം അടിപ്പിണരുകൾക്ക് സമർപ്പിച്ചു എന്നുള്ളതാണ്. അഥവാ തൻ്റെ ശരീരം മർദ്ദനങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുത്തു. കർത്താവ് നാം സഹിക്കുവാനുള്ള, നമുക്ക് വേണ്ടിയുള്ള പീഡനങ്ങളേറ്റു. ഓരോ പടയാളികളും യേശുവിനെ അടിക്കുമ്പോഴുണ്ടായ ആ അടിപ്പിണരുകൾ നമ്മുടെ സൗഖ്യത്തിന് കാരണമായി എന്നാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നത്. അവൻ്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം ലഭിക്കുകയാണ്. ഈ സൗഖ്യം ആന്തരിക സൗഖ്യമാണ്, ആത്മീയ സൗഖ്യമാണ്. ഒപ്പം നമുക്ക് അവിടുത്തെ പുത്രനായ ക്രിസ്തുവിൻ്റെ, യേശുവിൻ്റെ നാമത്തിൽ രോഗസൗഖ്യവുമുണ്ട്. അതുകൊണ്ടാണ് നാം പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് സൗഖ്യം ലഭിക്കുന്നത്. അതേ പ്രിയമുള്ളവരെ,
അധരഫലം സൃഷ്ടിക്കുന്ന സർവശക്തനായ ദൈവം, സമാധാനം നൽകുന്ന ദൈവം, സൗഖ്യം നൽകുന്ന ദൈവം. ആമേൻ, ആമേൻ. സർവായുധങ്ങൾ ധരിച്ചിടുക, ദുഷ്ടനോടെതിർത്തു നിന്നു വിജയം നേടുവാൻ. സർവായുധങ്ങൾ ധരിച്ചിടുക, ദുഷ്ടനോടെതിർത്തു നിന്നു വിജയം നേടുവാൻ. കേൾക്കാറായി തൻ കാഹളധ്വനി, നാം പോകാറായി പാർത്തലം വിട്ട് തേജസ്സേറും പുരേ. ക്രിസ്തേശുവിനായി കഷ്ടം സഹിച്ചോർ നിത്യയുഗങ്ങൾ വാഴും സ്വർഗ സിയോനിൽ. ക്രിസ്തേശുവിനായി കഷ്ടം സഹിച്ചോർ